ഓക്കെ, അപ്പം നമ്മൾ ഇതുവരെ പഠിച്ചത് മൊത്തം 5 ഗേറ്റ്സ് പഠിച്ചു. യൂണിവേഴ്സൽ ഗേറ്റ്സ് ആയ നാൻഡിനെ പറ്റിയും നോറിനെ പറ്റിയും പഠിച്ചു. ആദ്യം ബേസിക് ഗേറ്റ്സ് ആയ നോട്ട് ആൻഡ് ഓർ ആ ഗേറ്റ്സിനെ പറ്റി പഠിച്ചു. ഇനി നമുക്ക് 2 ലോജിക് ഗേറ്റ്സ് കൂടെ പഠിക്കാനുണ്ട്. ആ ലോജിക് ഗേറ്റ്സുകളാണ് എക്സോറും എക്സ്നോറും. ഓക്കെ, ആദ്യം എക്സോർ എന്താണെന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് എക്സോർ ഗേറ്റ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ആൻഡും നാൻഡും നോറും ഒക്കെ പഠിച്ച പോലെ തന്നെ എക്സോർ ഗേറ്റിൻ്റെ സിമ്പിളാണ് ഈ കാണുന്നത്. കണ്ടോ, 2 ഇൻപുട്ട് എയും ബിയും ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് എക്സോർ ചെയ്ത് തരും. എയിനെയും ബീനെയും എക്സോർ ചെയ്ത് തരും. ഈ ഒരു എക്സോർ ഗേറ്റിൻ്റെ ഓപ്പറേഷൻ്റെ കാര്യം നമ്മൾ നേരത്തെ ഒന്ന് പഠിച്ചിട്ടുണ്ട്. നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിനകത്ത് നമ്മൾ ബൈനറി ടു ഗ്രേ ടു ബൈനറിയും ബൈനറി ടു ഗ്രേ കൺവേർഷനകത്ത് എക്സോർ ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിൾ നമ്മളൊന്ന് പരിചയപ്പെട്ടതായിരുന്നു. ഓക്കെ, അപ്പോൾ ആ എക്സോർ ഓപ്പറേഷൻ ചെയ്യുന്ന ഗേറ്റിൻ്റെ സിമ്പിളാണിത്. കണ്ടോ, എ ബി ഇൻപുട്ട് കൊടുക്കുമ്പം ഔട്ട്പുട്ട് എന്ത് കിട്ടും? വൈ കിട്ടും. അതിന് എക്സോർ ഓപ്പറേഷൻ എഴുതുന്നതാണ് എ എക്സോർ ബി. ഇങ്ങനെയാണ് എ എക്സോർ ബീനെ എഴുതുന്നത്. എ എക്സോർ ബി എന്നാണ് നമ്മൾ എഴുതുന്നത്. ഓക്കെ, ഇവിടെ അതിന് ട്രൂത്ത് ടേബിൾ കാണിച്ചിട്ടുണ്ട്. ട്രൂത്ത് ടേബിൾ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. 0 0 കൊടുക്കുമ്പം 0, 0 1 1, 1 0 1, 1 1 കൊടുക്കുമ്പോൾ 1. അതായത് ഇൻപുട്ടിൽ എപ്പോഴാണോ ഓഡ് നമ്പർ ഓഫ് വൺസ് വരുന്നത് ഇൻപുട്ടിൽ, ഇതാണ് നമ്മൾ എക്സോർ ഗേറ്റ് ഓർത്തിരിക്കേണ്ട ഒരു കാര്യം. അത് അങ്ങനെ ട്രൂത്ത് ടേബിൾ എളുപ്പമുണ്ട്. ഇൻപുട്ടിൽ ഓഡ് നമ്പർ ഓഫ് വൺസ്, ഇതിനകത്ത് ഒരു വണ്ണല്ലേ ഉള്ളൂ, ഓഡ് നമ്പറാണ്. ഇതിനകത്തും ഒരു വണ്ണേ ഉള്ളൂ, പക്ഷേ ഇതിനകത്ത് ഈവൻ നമ്പർ ഓഫ് വൺസ് ഉണ്ട്. ഇൻപുട്ടിൽ ഓഡ് നമ്പർ ഓഫ് വൺസ് വരുമ്പോൾ ഔട്ട്പുട്ട് ഹൈ ആക്കുന്ന ഗേറ്റ് ആണിത് എക്സോർ ഗേറ്റ് എന്ന് തൽക്കാലം ഓർത്തിരിക്കുക. എക്സോർ ഓപ്പറേഷൻ ആണ്. ഇൻപുട്ട് 0 1 കൊടുക്കുമ്പം ഔട്ട്പുട്ട് എന്താണ്? ഹൈ ആവും. 1 0 കൊടുക്കുമ്പോൾ ഔട്ട്പുട്ട് എന്താവും? ഹൈ ആവും. ഇതാണ് എക്സോർ ഗേറ്റ്. ഇനി ഇതിനകത്ത് നമ്മൾ എന്ത് ചെയ്യണം? എൻ്റെ എക്സ്പ്രഷൻ എഴുതാനായിട്ട് പഠിക്കണം. ഇതൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഇവിടെ നോക്കി, ആദ്യം നമ്മൾ ഇതിന് എക്സ്പ്രഷൻ എഴുതാൻ പോകും. ഇവിടെ ഔട്ട്പുട്ട് ഹൈ ആവുന്ന എപ്പോഴൊക്കെയാണ്? 0 1 കൊടുക്കുമ്പോഴും 1 0 കൊടുക്കുമ്പോഴും എന്താണ്? ഔട്ട്പുട്ട് ഹൈ ആണ് അല്ലേ? 0 1 കൊടുത്തപ്പോഴും 1 0 കൊടുത്തപ്പോഴും ഔട്ട്പുട്ട് ഹൈ ആണ്. അപ്പം നമ്മൾ എക്സ്പ്രഷൻ ഒന്ന് എഴുതിക്കേ. അപ്പോൾ SOP-യിലാണ് നമ്മൾ എക്സ്പ്രഷൻ എഴുതുന്നത്. അപ്പോൾ നോക്കിക്കേ, 0 1 മീൻസ് എ ബാർ ബി അല്ലേ? ഇപ്പോൾ 0 1 എന്നുള്ളതല്ലേ വരുന്നത്? എ ബാർ ബി പ്ലസ് 1 0 കൊടുത്തപ്പോൾ ഔട്ട്പുട്ട് എന്തായി? ഹൈ ആയി. എ ബാർ ബി പ്ലസ് എ ബി ബാർ. ഈ 2 കണ്ടീഷനിലാണ് ഔട്ട്പുട്ട് ഹൈ ആവുന്നത്. അപ്പോൾ അതിൻ്റെ എക്സ്പ്രഷൻ, അപ്പോൾ ഔട്ട്പുട്ടിൻ്റെ എക്സ്പ്രഷനാണ് എ ബാർ ബി പ്ലസ് എ ബി ബാർ. അപ്പോൾ എ ബാർ ബി പ്ലസ് എ ബി ബാറിനെ നമ്മൾ എ ബാർ ബി പ്ലസ് എ ബി ബാറിനെയാണ് നമ്മൾ എങ്ങനെ എഴുതുന്നത്? എ എക്സോർ ബി എന്ന് എഴുതുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ആൻഡ് ഗേറ്റ് പഠിച്ചു. ആൻഡ് ഗേറ്റിൻ്റെ എക്സ്പ്രഷൻ എന്താ? എ ഇൻറ്റു ബി ആയിരുന്നു. അതുപോലെ തന്നെ ഓർ ഗേറ്റ് പഠിച്ചപ്പോൾ ഓർ ഗേറ്റിൻ്റെ എക്സ്പ്രഷൻ എന്തായിരുന്നു? എ പ്ലസ് ബി ആയിരുന്നു. അങ്ങനെ ഓരോ ഗേറ്റിനും ഓരോ എക്സ്പ്രഷനുണ്ട്. അതുപോലെ നമ്മുടെ എക്സോർ ഗേറ്റിൻ്റെ എക്സ്പ്രഷനാണ് എ ബാർ ബി പ്ലസ് എ ബി ബാർ. അതിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എ ബാർ ബി പ്ലസ് എ ബി ബാറിനെ നമ്മൾ എഴുതുന്നത് എങ്ങനെയാണ്? ഇങ്ങനെയാണ് നമ്മൾ എ എക്സോർ ബി. എയും ബിയും എക്സോർ ചെയ്യുമ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ കിട്ടുന്ന എക്സ്പ്രഷൻ എന്താണ്? എ ബാർ ബി പ്ലസ് എ ബി ബാർ ആണ്. അപ്പോൾ അതിനെ നമ്മൾ എ എക്സോർ ബി ഇങ്ങനെയാണ് നമ്മൾ ഷോർട്ടാക്കി എഴുതുന്നത്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ ചെയ്യുന്നത് ഈ കിട്ടിയ എക്സ്പ്രഷൻ എന്ത് ചെയ്യുക? നാൻഡ് വെച്ചും നോറ് വെച്ചും ഇംപ്ലിമെൻറ്റ് ചെയ്യുക. ഓക്കെ, ഇതും നമ്മളിപ്പോൾ ഓൾറെഡി പല ക്വസ്റ്റ്യൻസ് ആയിട്ട് ചെയ്തതാണ്. നാൻഡ് വെച്ചും നോറ് വെച്ചും ചെയ്യാൻ വേണ്ടി ആദ്യം ഞാൻ ഈ തന്നിരിക്കുന്ന എക്സ്പ്രഷൻ്റെ നാൻഡ് വെച്ച് മാത്രം ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. നാൻഡ് വെച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതെല്ലാം എൻ്റെ എക്സ്പ്രഷൻ. നാൻഡ് വെച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ എനിക്ക് എന്ത് വേണം? എൻ്റെ എക്സ്പ്രഷനകത്ത് എല്ലാം എന്ത് വേണം? പ്രൊഡക്റ്റ് വേണം. അപ്പോൾ എനിക്ക് ഇവിടെ ഒരു പ്ലസ് കിടപ്പുണ്ട്. ഈ പ്ലസിൻ്റെ ആവശ്യമില്ല. ഈ പ്ലസിനെ എനിക്ക് എന്താക്കി മാറണം? ഈ പ്രൊഡക്റ്റാക്കി മാറണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യണം? എൻ്റെ എക്സ്പ്രഷനകത്ത് ഞാൻ ഡബിൾ ബാർ ഇട്ട് കൊടുത്തു. ഡബിൾ ബാർ ഇട്ട് കൊടുത്തപ്പം ഇതിപ്പം ഇത് എ ആണെന്ന് വിചാരിക്കുക, ഇതിനെ ബി ആണെന്ന് വിചാരിക്കുക. ഇതിപ്പം എ പ്ലസ് ബി ദ ഹോൾ ബാറിൻ്റെ ഫോമിലായി. മേളൊരു ബാറോടെ കിടപ്പുണ്ട്. എ പ്ലസ് ബി ദ ഹോൾ ബാറിനെ എനിക്ക് എങ്ങനെ എഴുതാം? എ ബാർ ഇൻറ്റു ബി ബാർ എന്ന് എഴുതാം. ഇപ്പം ഇവിടെ ഇപ്പം എൻ്റെ എ ആരാ? ഇവിടെ എ ആരാ? എ ബാർ ബി അല്ലേ എ? അപ്പം എ ബാർ ബി. അപ്പം എ ബാർ എന്നല്ലേ? എ ബാർ ഇൻറ്റു ബി ബാർ എന്ന് എഴുതാമെന്നല്ലേ പറഞ്ഞു. ഇപ്പോൾ എൻ്റെ എ ആരാ? ഇവിടെ ഇപ്പം എൻ്റെ എ എന്ന് പറയുന്ന ആളാണ് എ ബാർ ബി. അപ്പം എ ബാർ ഇൻറ്റു ബി ബാർ. എൻ്റെ ബി ഇപ്പം ആരാ? എ ബി ബാർ ആണ് എൻ്റെ ബി അല്ലേ? അപ്പോൾ എ ബാർ ഇൻറ്റു ബി ബാർ. പിന്നെ നിങ്ങൾ കണ്ടില്ലേ മേളൊരു കോംപ്ലിമെൻ്റൂടെ കിടപ്പുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കി, ഇപ്പോൾ എല്ലാവർക്കും ഇവിടെയും ഇവിടെ എല്ലാം പ്രൊഡക്റ്റാണ്. പ്ലസ് എന്ന് പറയുന്നൊരു ഓപ്പറേഷൻ ഇപ്പോൾ ഇതിനകത്തുണ്ടോ? ഇല്ല. അപ്പം എല്ലായിടത്തിനകത്തും പ്രൊഡക്റ്റ് ആക്കിയാൽ മാത്രമേ നമുക്ക് എന്ത് വെച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ? നാൻഡ് വെച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇപ്പോൾ എനിക്ക് കിട്ടിയ എക്സ്പ്രഷൻ ഞാനിനി നാൻഡ് വെച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. ഓക്കെ, ഇവിടെ നോക്കി, ഇതെല്ലാം എനിക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത് എ ബാർ ഇൻറ്റു ബി ദ ഹോൾ ബാർ ഇൻറ്റു എ ഇൻറ്റു ബി ബാർ ദ ഹോൾ ബാർ. അതിനെയാണ് എനിക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അത് ഞാൻ എ ബാർ ഇൻറ്റു ബി എന്നുള്ളത് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. അപ്പോൾ എ ബാർ എനിക്ക് കിട്ടി. ഞാൻ ബീനോടെ ഒരു നെഗറ്റീവ് കൊടുത്തപ്പം എ ബാർ ഇൻറ്റു ബി ദ ഹോൾ ബാർ കിട്ടി. അതുപോലെ തന്നെ എ ബി ബാർ ദ ഹോൾ ബാറും കിട്ടി. അതിനുശേഷം അത് രണ്ടും കൂടെ ഒരു
നാൻഡ് ഗേറ്റ് കൊടുത്തപ്പം ഇത് രണ്ടും കൂടെ എന്ത് ചെയ്തു, കോംപ്ലിമെൻറ്റ് ചെയ്ത് എനിക്ക് തന്നു. അപ്പോൾ ഇതാണ് നാൻഡ് ഗേറ്റ് വെച്ച് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തത്. അടുത്തത് നോർ വെച്ച് മാത്രം ഇംപ്ലിമെൻറ്റ് ചെയ്യുക. തന്നിരിക്കുന്ന എക്സ്പ്രഷൻ എന്ത് ചെയ്യുക, നോർ വെച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. നോർ വെച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, തന്നിരിക്കുന്ന എക്സ്പ്രഷനിലേക്ക് എന്ത് കൊടുക്കണം, ഡബിൾ ബാർ കൊടുക്കണം. നമുക്ക് ഈ പ്ലസ്സുകാരെ എല്ലാവർക്കും ഇടയിൽ ആരാക്കി മാറ്റണം, പ്ലസ് ആക്കണം. ഡോട്ട് കിടപ്പുണ്ടെങ്കിൽ ഡോട്ടിനെ എല്ലാം മാറ്റി എന്താക്കണം, പ്ലസ് ആക്കി മാറ്റണം. എന്നാലേ ഉള്ളൂ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കോ, ഞാൻ ഇവിടെ എഴുതാം. എ ബാർ ബി പ്ലസ് എ ബി ബാർ, ഇതാണ് എൻ്റെ എക്സ്പ്രഷൻ. ഇതിലേക്ക് ഞാൻ എന്ത് ചെയ്തു, ഡബിൾ ബാർ ഇട്ട് കൊടുത്തു. എനിക്ക് എന്താ വേണ്ടത്, ഇവിടെ എന്താക്കി മാറ്റണം, അതിനെ പ്ലസ് ആക്കി മാറ്റണം. അപ്പോൾ ആദ്യം ഒരു കാര്യം ചെയ്യാം. ഈ ബാർ വെച്ച് എന്ത് ചെയ്യാം, ആദ്യം കിടക്കുന്ന ഈ ബാർ വെച്ച് ആദ്യം ഇതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇപ്പം എ പ്ലസ് ബി ദ ഹോൾ ബാറിൻ്റെ ഫോമിലാണ് കിടക്കുന്നത്. എ പ്ലസ് ബി ദ ഹോൾ ബാറിനെ എനിക്ക് ശരിക്കും എങ്ങനെ എഴുതാമെന്നാ, എ ബാർ ഇൻറ്റു ബി ബാർ എന്ന് എഴുതാം. അങ്ങനെയല്ലേ നമ്മുടെ ഡി മോർഗൻസ് ലോ. ഓക്കെ, നമ്മുടെ ഡി മോർഗൻസ് ലോ അങ്ങനെയാണ്. ഇനി ഇപ്പോൾ ഇവിടെ നോക്കി, നിങ്ങളുടെ എ ആരാ, എ ബാർ ബി ആണ് എൻ്റെ എ. അപ്പം എ ബാർ ബി ഇതാണ് എ. അപ്പം എ ബാർ ഇൻറ്റു ബി ബാർ എന്ന് എഴുതാമെന്നല്ലേ പറഞ്ഞത്. ബി ആരാ ഇവിടെ, എ ബി ബാർ ആണ് എൻ്റെ ബി. അപ്പം എ ബാർ ഇൻറ്റു ബി ബാർ എന്ന് എഴുതാം. എ ബാർ ഇൻറ്റു ബി ബാർ എന്ന് എഴുതി. എഗെയിൻ നിങ്ങൾക്ക് നോക്കിയാൽ 2 ബാർ ഉണ്ടായിരുന്നു, ഏറ്റവും മേളിലൊരു ബാറൂടെ കിടപ്പുണ്ട്. ഓക്കെ, തീർന്നോ? ഇല്ല, കാരണം എനിക്ക് എല്ലാവർക്കും ഇടയിൽ ആരാ വേണ്ടേ, പ്ലസ്സിനെ വേണ്ടേ. ഇനി ഇവിടെ നിങ്ങൾ ഇത് മാത്രം ഒന്ന് ചെക്ക് ചെയ്തേ. ഇതിപ്പോൾ നോക്കിക്കേ, എ ഇൻറ്റു ബി ദ ഹോൾ ബാറിൻ്റെ ഫോമിലല്ലേ കിടക്കുന്നത്, എ ഇൻറ്റു ബി ദ ഹോൾ ബാറിൻ്റെ ഫോമിലാണ് കിടക്കുന്നത്. അപ്പോൾ അതിനെ നിങ്ങൾക്ക് എങ്ങനെ എഴുതാം, എ ഇൻറ്റു ബി ദ ഹോൾ ബാറിനെ നിങ്ങൾക്ക് എങ്ങനെ എഴുതാം, എ ബാർ എ പ്ലസ് ബി ബാർ എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു, അതിനെ സ്പ്ലിറ്റ് ചെയ്ത് മാറ്റി. നിങ്ങൾക്ക് ഇവിടെ ഇതിലോട്ട് നോക്കിക്കേ, ഇതിലേക്ക് നോക്കിയാൽ കുറച്ചുകൂടെ മനസ്സിലായി. ഇപ്പോൾ ഞാൻ എഴുതി നിർത്തി സ്റ്റെപ്പ് ഇതാ. ഇതിപ്പോൾ നോക്കിക്കേ, എ ഇൻറ്റു ബി ദ ഹോൾ ബാറിൻ്റെ ഫോമിലാണ് കിടക്കുന്നത്. അപ്പോൾ എ ഇൻറ്റു ബി, ഇവിടെ ഓൾറെഡി എ ആരായിട്ടാണ് കിടക്കുന്നത്, എ ബാറായിട്ടാണ് കിടക്കുന്നത്. അപ്പം നമുക്കവിടെ എങ്ങനെ വരും, എ ഡബിൾ ബാർ എ പ്ലസ് ബി ബാർ. ഈ ഇൻറ്റു ഇവിടെ തന്നെ കിടപ്പുണ്ട്. ഇത് എനിക്ക് സ്പ്ലിറ്റ് ചെയ്യാമല്ലോ ഡി മോർഗൻസ് വെച്ച്. അപ്പോൾ ഇങ്ങനെ ആവും, എ ബാർ എ പ്ലസ് ബി ഡബിൾ ബാർ വരും. ദെൻ ഈ ഹോൾ ബാർ ഇവിടെ അതുപോലെ ഇട്ടിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുക, ഈ ഹോൾ ബാർ വെച്ച് ഞാൻ എന്ത് ചെയ്യുക, സ്പ്ലിറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ എന്തായിക്കോളും, പ്ലസ് വന്നോളും. എല്ലാവർക്കും ഇടയിൽ പ്ലസ് വരും. നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നൊരു കാര്യമാണ്, അതുകൊണ്ടാണ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇംപ്ലിമെൻറ്റ് ചെയ്യാം. നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ്, എ പ്ലസ് ബി നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത്, എ പ്ലസ് ബി ബാർ ഇംപ്ലിമെൻറ്റ് ചെയ്യണം. ഇവിടെ എയും ഉണ്ട്, ബി ബാർ കിട്ടി. നോറ് വെച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്യും, ബീനെ നോറ് വെച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി തന്നെ ചെയ്യുന്നത്. ഇങ്ങനെ കൊടുത്താൽ മതി, രണ്ടും ഷോർട്ട് ചെയ്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ബി എന്തായി മാറിക്കോളും, ബി ബാർ ആയിട്ട് മാറും. കണ്ടോ, അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. കണ്ടോ, ഇപ്പം നമുക്ക് എയും ബി ബാറുടെ നോട്ട് ഗേറ്റ് കൊടുത്തപ്പം തന്നിരിക്കുന്ന 2 ഇൻപുട്ടുകളെ തമ്മിൽ എന്ത് ചെയ്ത് ആഡ് ചെയ്ത്, ഇൻപുട്ട് ഏതൊക്കെയാണ്, ഒരു ഇൻപുട്ട് എ ആണ്, ഒരു ഇൻപുട്ട് ബി ബാർ ആണെങ്കിൽ ഈ 2 ഇൻപുട്ടിനെ ആഡ് ചെയ്തിട്ട് കോംപ്ലിമെൻറ്റ് ചെയ്യുന്ന ആളാണ് ആര്, നോർ ഗേറ്റ്. അപ്പോൾ നമുക്ക് ആരെ കിട്ടി, എ പ്ലസ് ബി ബാർ ഹോൾ ബാർ കിട്ടി. ഇവിടെയാണ് എ ബാറും ബി കൂടെ കൊടുത്തപ്പം എ ബാറും ബി ബാറിനെയും കൂടെ, ഇവിടെ ഞാൻ എക്സ്പ്രഷൻ എഴുതിയിട്ടുള്ളത്, എ ബാറിനെയും ബീനെയും കൂടെ ആഡ് ചെയ്തിട്ട് കോംപ്ലിമെൻറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇവിടെ എന്ത് ചെയ്തു, അഗെയിൻ ഈ 2 പേരെയും കൂടെ നമ്മൾ അഗെയിൻ ഒരു നോർ ഗേറ്റ് കൊടുത്തപ്പം ഈ 2 പേരെയും കൂടെ ആഡ് ചെയ്ത് നമുക്ക് തന്നു. ഇൻപുട്ടിൽ കൊടുക്കുന്ന 2 പേരെ ആഡ് ചെയ്തിട്ട് നമുക്ക് മേളിൽ എന്ത് തരും, ഒരു കോംപ്ലിമെൻ്ററി തരുന്ന ആളാണ് എന്ത്, ഒരു ഒറ്റ കോംപ്ലിമെൻ്ററി തരുന്ന ആളാണ് നോർ ഗേറ്റ്. നമുക്ക് നമ്മുടെ എക്സ്പ്രഷനിലേക്ക് നോക്കിയാൽ മനസ്സിലാവും, ഇതിന് മേളിൽ ഇങ്ങനെ ഒരു ഹോൾ കോംപ്ലിമെൻ്റ് ഉണ്ടോ, ഇല്ല, ഇങ്ങനെ ഒരു ഹോൾ കോംപ്ലിമെൻ്റ് ഇല്ല. പക്ഷേ ഞാനിപ്പോൾ ആഡ് ചെയ്തപ്പോൾ എനിക്ക് കണ്ടോ അതിന് മേളിലൊരു ഹോൾ കോംപ്ലിമെൻ്റ് കിടപ്പുണ്ട്. അത് കളയാൻ വേണ്ടി അഗെയിൻ ഞാൻ എന്ത് ചെയ്യണം, ഒരു നോട്ട് കൊണ്ട് ചെയ്ത് കൊടുത്താലേ ഉള്ളൂ എനിക്ക് കിട്ടത്തുള്ളൂ. അടുത്ത ഗേറ്റാണ് എക്സ്നോർ ഗേറ്റ്. എക്സോർ ഗേറ്റ് എന്താണോ അതിൻ്റെ ഓപ്പോസിറ്റാണ് എക്സ്നോർ ഗേറ്റ്. അതുകൊണ്ടാണ് ആ പേര് തന്നെ കിടപ്പുണ്ട് കേട്ടോ. നേരത്തെ എക്സോർ ഗേറ്റിന് സിമ്പിൾ ഇതല്ലായിരുന്നോ, അതിൻ്റെ എൻഡിൽ എന്ത് ചെയ്യുക, ഒരു ബബിളൂടെ കൊടുക്കുന്നതാണ് എന്ത്, എക്സ്നോർ ഗേറ്റ്. കുറച്ച് മുമ്പ് നമ്മൾ കണ്ടതാണ് എക്സോർ ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിൾ. ഇതാണ് എക്സോർ ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിൾ. എക്സോർ ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിൾ എന്താ, 0 1 1 0 അല്ലേ. ഈ 0 1 1 0യുടെ ഇതിനെ എക്സോർ ഗേറ്റിനെ കോംപ്ലിമെൻറ്റ് ചെയ്യുന്ന ആളാണ് എന്ത്, എക്സോർ ഗേറ്റിൻ്റെ എക്സ്പ്രഷൻ എ എക്സോർ ബി എന്നാണ് നമ്മൾ എക്സോർ ഗേറ്റിനെ എഴുതിയത്. എക്സോർ ഗേറ്റിനെ കോംപ്ലിമെൻറ്റ് ചെയ്യുന്ന ആളാണ് എന്ത്, എക്സ്നോർ ഗേറ്റ്. അപ്പം ഇവിടെ 0 1 1 1 ആണെങ്കിൽ ഇതെന്താ, എക്സ്നോർ ഗേറ്റിന് എന്തായിരിക്കും, 1 0 0 1 ആയിരിക്കും എക്സ്നോർ ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിൾ. ഓക്കെ, അപ്പോൾ എക്സ്നോർ ഗേറ്റിലേക്ക് നോക്കുക. ഇതാണ് എക്സ്നോർ ഗേറ്റ്. എക്സ്നോർ ഗേറ്റിൻ്റെ സിമ്പിളാണ് ഈ കാണിച്ചിരിക്കുന്നത്. എക്സോർ ഗേറ്റിന് എൻഡിൽ എന്ത് ചെയ്യുക, ബബിൾ ചെയ്യാണ്ടോ, എ എക്സോർ ഓപ്പറേഷനെ കോംപ്ലിമെൻറ്റ് ചെയ്യുന്നതാണ് എക്സ്നോർ ഗേറ്റ്. ദെൻ ഇതിന് ട്രൂത്ത് ടേബിൾ കണ്ടോ, 0 0 0 1 1 0 1 1 കൊടുക്കുന്ന കേസിൽ എന്താണ്, 1 0 0 0. ഇവിടെ ഓർത്തിരിക്കേണ്ട കാര്യം, ഇൻപുട്ടുകൾ എപ്പോഴാണോ ഈക്വൽ ആവുന്നത് ആ സമയത്താണ് ഔട്ട്പുട്ട് ഹൈ ആവുന്നത്. ഇപ്പോൾ ഇൻപുട്ട് കണ്ടോ 0 0, ഇൻപുട്ടുകൾ ഈക്വലാണ്, അപ്പോൾ ഔട്ട്പുട്ട് എന്തായി, ഹൈ ആയി. 1 1 ഇൻപുട്ടുകൾ എന്താ, ഈക്വലാണ്, അപ്പം ഔട്ട്പുട്ട് എന്തായി, ഹൈ ആയി. അപ്പം 0 0 0 0 1 1 1 1 1 1 ഇൻപുട്ട് എല്ലാം ഈക്വൽ ആണെങ്കിൽ ഔട്ട്പുട്ട് എപ്പോഴും ഹൈ തരുന്ന ആൾക്കാരാണ്
ആര്? എക്സ്നോർ ഗേറ്റ്. ഇനി ഇതിനകത്ത് നമുക്ക് എക്സ്പ്രഷൻ എഴുതാൻ മേലെ ഔട്ട്പുട്ട് ഹൈ ആവുന്ന ഏതൊക്കെ കേസിലാണ്? 0 കൊടുക്കുമ്പോഴും 1 കൊടുക്കുന്ന കേസിലാണ് ഔട്ട്പുട്ട് ഹൈ ആവുന്നത്. അപ്പോൾ എനിക്ക് എക്സ്പ്രഷൻ എഴുതാമല്ലോ. 0 ഞാൻ എങ്ങനെ എഴുതുന്നത്? എ ബാർ ബി ബാർ അല്ലേ? എ ബാർ ബി ബാർ പ്ലസ് 1 ഞാൻ എങ്ങനെ എഴുതാറ്? എ ബി അല്ലേ? അപ്പം എ ബാർ ബി ബാർ പ്ലസ് എ ബി, ഇതാണ് എക്സ്നോർ ഗേറ്റിൻ്റെ എക്സ്പ്രഷൻ. എ എക്സോർ ബി ദ ഹോൾ ബാർ, അതാണ് എക്സ്നോർ ഗേറ്റ്. അത് നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ എഴുതാറുണ്ട്. അതാണ് എ എക്സ്നോർ എന്ന് പറയാം. ഇങ്ങനെ ഡോട്ടിട്ട് വയ്ക്കും. അതാണ് എക്സ്നോർ എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് എങ്ങനെ ചെയ്യാം? ഇതിനെ വേണമെങ്കിൽ എനിക്ക് ഇങ്ങനെ എഴുതാം. ഒന്നുകൂടെ കാണിക്കാം. അതായത് എ എക്സോർ ബി ചെയ്തിട്ട് അതിനെ കോംപ്ലിമെൻറ്റ് ചെയ്യുന്ന ആളാണ് എക്സ്നോർ ഗേറ്റ്. ഇതിനെ വേണമെങ്കിൽ എനിക്ക് ഇങ്ങനെയും എഴുതാം. ഇങ്ങനെയും നമ്മൾ എഴുതാറുണ്ട്. ഇനി അപ്പോൾ എനിക്ക് എക്സ്പ്രഷൻ കിട്ടി. എനിക്ക് കിട്ടിയ എക്സ്പ്രഷൻ ഏതായിരുന്നു? എ ബി പ്ലസ് എ ബാർ ബി ബാർ. എനിക്ക് കിട്ടിയ എക്സ്പ്രഷൻ എനിക്ക് ഇനി നാൻഡ് വെച്ച് നോർ വെച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്യാമല്ലോ. ഡബിൾ ബാർ കൊടുക്കുവാണെങ്കിൽ എന്ത് സംഭവിക്കും? മേളിൽ ഡബിൾ ബാർ കൊടുക്കാം. ഈ പ്ലസിനെ എനിക്ക് എന്താവാം? ഡോട്ടാക്കി മാറ്റാമല്ലോ. അപ്പോൾ ഈ സിംഗിൾ ബാർ വെച്ച് ഇതിപ്പം എ പ്ലസ് ബി ദ ഹോൾ ബാറിൻ്റെ ഫോമില കിടക്കുന്നത്. അപ്പോൾ ഇതിന് എ ബാർ ഇൻറ്റു ബി ബാർ, ദെൻ അതിൻ്റെ മേളിൽ കിടക്കുന്ന ആ ഹോൾ കോംപ്ലിമെൻറ്റ് ഇട്ട് കൊടുക്കുക. ഇവിടെ ഇപ്പോൾ എയുടെ സ്ഥാനത്ത് ഓൾറെഡി ഇവിടെ ആരാണ് കിടക്കുന്നത്? എ ബിയാണ്. ഇവിടെ ബിയുടെ സ്ഥാനത്ത് ആരാണ് കിടക്കുന്നത്? എ ബാർ ബി ബാർ കിടക്കുന്നത്. എ ബാർ ബി ബാറാണ് കിടക്കുന്നത്. ഓക്കെ ഞാൻ ദൈവം ഓക്കെ അതിന് അപ്പോൾ നമുക്കിനി ഇതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം. എയും ബിയും കൂടെ ഒരു നാൻഡ് ഗേറ്റ് കൊടുക്കുക. ഇവിടെ എ ബാറും ബി ബാറും കൂടെ ചേർന്ന് നാൻഡ് ഗേറ്റ് കൊടുക്കുക. ദെൻ അവരെ രണ്ടും കൂടെ ഒരു നാൻഡ് ഗേറ്റ് കൊടുത്താൽ എനിക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും അല്ലേ? ഉണ്ടോ? എയും ബിയും കൂടെ നാൻഡ് ഗേറ്റ് കൊടുത്തപ്പോൾ എനിക്ക് എ ബി ബാർ കിട്ടി. എഗെയിൻ അടുത്ത വേണ്ട എ ബാർ ഇൻറ്റു ബി ബാർ എൻ്റെ ഹോൾ ബാറിന്. അപ്പോൾ എ ബാറും വേണം ബി ബാറും വേണം. എ ബാറും ബി ബാറും കൂടെ ചേർന്നിട്ട് എങ്ങോട്ട് കൊടുക്കണം? എ ബാറും ബി ബാറും മൾട്ടിപ്ലൈ ചെയ്തിട്ട് എ ബാറും ബി ബാറും ഒരു നാൻഡ് ഗേറ്റ് കൊടുത്താൽ എ ബാറിനെയും ബി ബാറിനെയും മൾട്ടിപ്ലൈ ചെയ്ത് എനിക്ക് കോംപ്ലിമെൻറ്റ് ചെയ്ത് കിട്ടും. അപ്പോൾ എനിക്ക് രണ്ട് ഫംഗ്ഷനും കിട്ടി. എഗെയിൻ ഇവരെ എങ്ങോട്ട് കൊടുക്കാം? ഒരു നാൻഡ് ഗേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എ ഇൻറ്റു ബി ദ ഹോൾ ബാർ ഇൻറ്റു എ ബാർ ബി ബാർ ദ ഹോൾ ബാർ കിട്ടും. അങ്ങനെ എനിക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ സെയിം ഫംഗ്ഷൻ എന്ത് ചെയ്യുക? നോർ വെച്ചും ചെയ്യാം. നോർ വെച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? എൻ്റെ കിട്ടിയ എക്സ്പ്രഷൻ ഏതാ? എ ബി പ്ലസ് എ ബാർ ബി ബാർ ആണ്. ഓക്കെ ഇതിനെ എന്ത് ചെയ്യുക? എനിക്ക് ഒന്നുകൂടെ കാണിക്കാം. എ ബി പ്ലസ് എ ബാർ ബി ബാർ ആണ് എൻ്റെ എക്സ്നോർ ഗേറ്റിൻ്റെ എക്സ്പ്രഷൻ. എക്സ്നോർ ഗേറ്റിൻ്റെ എക്സ്പ്രഷൻ ഞാൻ എന്ത് ചെയ്യുക? നോർ വെച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോവാം. വേണമെങ്കിൽ എളുപ്പത്തിൽ ഇങ്ങനെ ചെയ്യാം. ഇവിടെ സിംഗിളായിട്ട് ഡബിൾ ബാർ ഇട്ട് കൊടുത്താലും ചെയ്യാം കേട്ടോ. ഇവിടെ നോക്കി എ ഇൻറ്റു ബി ദ ഹോൾ ബാറിൻ്റെ ഫോമില കിടക്കുന്നത് അല്ലേ? എ ഇൻറ്റു ബി ദ ഹോൾ ബാറിന് എനിക്ക് എങ്ങനെ എഴുതാം? എ ബാർ എ പ്ലസ് ബി ബാർ എന്ന് എഴുതാം. പിന്നെ ഞാൻ സിംപ്ലിഫൈ ചെയ്തു. പ്ലസ് ഇവിടെ ആരാ കിടക്കുന്നത്? എ ബാർ ബി ബാർ ഓൾറെഡി ഇവിടെ കിടപ്പുണ്ട് അല്ലേ? അപ്പം ഇതിപ്പോൾ എ ബാർ ബി ബാർ എ ഇൻറ്റു ബി ദ ഹോൾ ബാറിൻ്റെ ഫോമിലാണ് കിടക്കുന്നത്. അതിനെ ഞാൻ എ പ്ലസ് ബി ദ ഹോൾ എ ബാർ എ പ്ലസ് ബി ബാറിൻ്റെ ഫോമിൽ എഴുതാൻ പോവാം. എനിക്ക് എ ഡബിൾ ബാർ എ പ്ലസ് ബി ഡബിൾ ബാർ വരും. ഓക്കെ പിന്നെ ഇവരുടെ മേളിലൊരു ബാറൂടെ കിടപ്പുണ്ട്. ഓക്കെ എനിക്കിനി ഇതിനെയാണ് എന്ത് ചെയ്യേണ്ടത്? നോർ വെച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത്. നോർ വെച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ കണ്ടല്ലോ ഈ എക്സ്പ്രഷനാണ് എനിക്കിനി ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത്. എ ബാർ എ പ്ലസ് ബി ബാർ ദ ഹോൾ ബാർ എ പ്ലസ് ബി ദ ഹോൾ ബാറിനെയാണ് എനിക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ എ ബാർ എടുത്തു, ബി ബാർ എടുത്തു. അതിന് ഞാൻ ഒരു നോർ ഗേറ്റ് കൊടുത്തു. ഇവിടെ എയും ബിയും കൂടെ നോർ ഗേറ്റ് കൊടുത്തു. എഗെയിൻ ഒരു നോർ ഗേറ്റ് കൊടുത്തപ്പം മേളിലൊരു ഹോൾ കോംപ്ലിമെൻറ്റ് വന്നു. എൻ്റെ എക്സ്പ്രഷനകത്ത് ഒരു ഹോൾ കോംപ്ലിമെൻറ്റ് ഉണ്ടോ? ഇല്ല. ആ ഹോൾ കോംപ്ലിമെൻറ്റ് കളയാൻ വേണ്ടി എഗെയിൻ ഞാൻ എന്ത് ചെയ്തു? ഒരു നോർ ഗേറ്റ് നോട്ട് ചെയ്ത് കൊടുത്തു. അപ്പം കിട്ടും. ഇത്രയാണ് സെക്കൻഡ് മൊഡ്യൂളിനകത്ത് എക്സോർ ഗേറ്റ്. എക്സാമിന് ചിലപ്പം ചോദിക്കുന്നത് ഇംപ്ലിമെൻ്റ് എക്സോർ ഗേറ്റ് യൂസിങ് നാൻഡ് യൂണിവേഴ്സൽ കേസിന് ചോദിക്കാം. അപ്പം 3 മാർക്കിനുള്ളൊരു ക്വസ്റ്റൻ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ട്രൂത്ത് സിമ്പിൾ വരയ്ക്കുക, ട്രൂത്ത് ടേബിൾ വരയ്ക്കുക, നാൻഡ് വെച്ച് മാത്രം വരച്ച് കാണിക്കുക. ഒരു 5 മാർക്കിനൊക്കെ ചോദിക്കുകയാണെങ്കിൽ നാൻഡ് വെച്ച് നോർ വെച്ച് ഇതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കാണിക്കണം. സെയിം അതുപോലെ എക്സ്നോർ ഗേറ്റ് ആണെങ്കിലും സെയിം തന്നെ. ഇംപ്ലിമെൻ്റ് എക്സ്നോർ ഗേറ്റ് യൂസിങ് യൂണിവേഴ്സൽ കേസിന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിളെ ട്രൂത്ത് ടേബിളെ അതുപോലെ എക്സ്പ്രഷൻ എഴുതിയിട്ട് നാൻഡ് വെച്ച് നോർ വെച്ചും ചെയ്ത് കാണിക്കുക. ഓക്കെ ഇത്രയാണ് സെക്കൻഡ് മൊഡ്യൂൾ.